മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം പതിവ് പോലെ ഇത്തവണയും ഒരു ഗജകേസരി ഇവിടെ വന്നിട്ടുണ്ട്. മൗട്ടത്ത് രാജേന്ദ്രൻ അടൂരിൽ നിന്നാണ് ഇത്തവണ ഭഗവാന്റെ തിടമ്പേറ്റാൻ മൗട്ടത്ത് രാജേന്ദ്രൻ എത്തിയിരിക്കുന്നത്. ഒപ്പം രാജേന്ദ്രൻ്റെ പ്രിയപ്പെട്ട പാപ്പാൻ ശ്രീ അനികൂടി ഇവിടെ ചേരുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് രാജേന്ദ്രൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാപ്പാനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മൗട്ടത്ത് രാജേന്ദ്രൻ ഈ വഴിയിൽ പഴവുമായൊക്കെ കാത്തു നിൽക്കുന്നവരെ കണ്ട് അവരോട് കുശലാന്വേഷണം നടത്തി പോകുന്ന റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് പ്രത്യേകതകൾ? രാജേന്ദ്രൻ ശാന്തനാണ്. അത് മതപ്പാടിലും ശല്യമില്ലാത്ത ആന. പിന്നെ പൊതുവേ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൻ്റെ 4ാം സ്ഥാനത്തുള്ള ആന. പാറമേക്കാവിൻ്റെ ഈ പ്രത്യേകതയായിട്ട് പറയാൻ അനുസരണശീലത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇപ്പം തന്നെ ഇപ്പോൾ ആന ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നതിൽ ആ കേരളത്തിലെ ആനകളെ വെച്ച് നടന്നപ്പം 3470 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഏറ്റവും ശാന്തനെന്നുള്ള ആനയ്ക്ക് പട്ടം കൊടുത്തു. ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ തെരഞ്ഞെടുപ്പ് ചൂടിൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് നിൽക്കുമ്പോൾ 600 ചില്ലുവാന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പുള്ളിക്ക് പട്ടം കിട്ടി. ഇഷ്ട ഭക്ഷണം അങ്ങനെ എന്തിനോടാണ് കൂടുതൽ ഇഷ്ടമാണ്? ചക്ക വലിയ ഇഷ്ടമാണ്. ചക്ക. പിന്നെ മറ്റെന്തൊക്കെയാണ്? പൈനാപ്പിളും ചക്കയും. പഴം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. കൊടുക്കുമ്പോൾ അതൊരു വേറെ രീതിയാണ്. അങ്ങനെ പറഞ്ഞു ഒരുപാട് കൊടുക്കത്തില്ല, ഗ്യാസ് കയറി പിടിക്കും. വണ്ടി യാത്രയ്ക്കകത്തായാൽ ബാക്കിയെല്ലാം ഒഴിവാക്കും. ഈ ഒരു ആനയിൽ 22 വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. 1-2 2 പതിറ്റാണ്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു അനുചേട്ടൻ ഇപ്പോൾ രാജേന്ദ്രൻ്റെ ഒപ്പം. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തിനുള്ള ഒരു സമ്മാനം കൂടി വാങ്ങിച്ച് നിൽക്കുകയാണ്. വോട്ടെടുപ്പ് നടന്നപ്പോൾ മികച്ച സമാധാനമുള്ള ആനകളുടെ കൂട്ടത്തിൽ ശാന്തനായ ആന ആര് എന്നുള്ളതിൽ 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരാളാണ് ഈ നിൽക്കുന്നത്, ഒരു കേമനാണ് നിൽക്കുന്നത്. മാത്രമല്ല തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പാറമേക്കാവിൽ 4ാമത്തെ സ്ഥാനമാണ് ഈ മൗട്ടത്ത് രാജേന്ദ്രനുള്ളത് എന്നതുകൂടി എടുത്തു പറയണം. ആനയെന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതിയാവാത്ത ഒരു ഇതാണ്. ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ചന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഏത് ഇതിനെ കാണുന്നേക്കാളും ആനയെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ. അങ്ങനെ ഇന്ന് അടൂരിൽ നിന്ന് വന്നെന്നും പറഞ്ഞ് ഇതിനെ കാണാൻ വേണ്ടി വന്നതാണ്. இப்போ இது போல் தமிழ்நாட்டில் ஒன்றும் இருக்காது. இது இங்கே தான் கேரளாவில் ஃபஸ்ட் டைம் பார்க்குறது. നല്ല വലിയ ആനയാണ്. ഇന്നലെ ഉണ്ടായിരുന്നത് നല്ല ആനയായിരുന്നു. കഴിഞ്ഞ 80 വർഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തടംപെടുക്കാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ആനയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇപ്പോൾ 2-3 വർഷം രാജേന്ദ്രൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്, മുമ്പും വന്നിട്ടുണ്ട്. നമ്മൾ മലയൻകീഴിനെ സംബന്ധിച്ച് ഉത്സവം ആറാട്ട് എന്ന് പറയുന്നത് ആനയാണ് ഏറ്റവും പ്രധാനം. മുമ്പൊക്കെ നമ്മൾ 11 ആനകളൊക്കെ വരുമായിരുന്നു. അപ്പം അത് ചില നിയമപരമായ വിഷയങ്ങളൊക്കെ കാരണം അത് 3ആയിട്ട് ചുരുങ്ങിയതാണ്. തീർച്ചയായിട്ടും മലയൻകീഴിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ആറാട്ട് ഉത്സവത്തിൻ്റെ പ്രധാന ഘടകമാണ് നമുക്ക് ആന എന്ന് പറയുന്നത്. കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ഫലം അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. പക്ഷേ ഇവിടെ ഒരാൾ ഫലമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. 3500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സമാധാനത്തിനും ശാന്തിക്കുമുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് അടൂരിൽ നിന്നെത്തിയ മൗട്ടത്ത് രാജേന്ദ്രൻ. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആറാട്ട് എഴുന്നള്ളത്തിനെത്തിയ മൗട്ടത്ത് രാജേന്ദ്രൻ്റെ സമാധാന പ്രയം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയം. വളരെ ശാന്ത സ്വഭാവക്കാരനാണ് രാജേന്ദ്രൻ. മാത്രമല്ല തൃശ്ശൂർ പൂരത്തിൽ പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നും 4ാം സ്ഥാനത്തുള്ള ആന കൂടിയാണ് ഈ മൗട്ടത്ത് രാജേന്ദ്രൻ.